ഇത്തവണത്തെ ബിഗ് ബോസിൽ, അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട വ്യക്തിയാണ് ശൈത്യ സന്തോഷ്. അതുമാത്രമല്ല, ശൈത്യയുടെ ഫിനാലയിലെ ഈ മുഖഭാവമാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടത്. അതായത് അനുമോള് കപ്പടിക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരും കൈയടിച്ച് ആഘോഷിക്കുമ്പോൾ ശൈത്യ ഇങ്ങനെ സീറ്റിലിരുന്നിട്ട് ഇങ്ങനെ നിരാശയോടെ നോക്കുന്ന ഈ ഒരു ഫേസായിരുന്നു അന്ന് സീസൺ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത് ആഘോഷിക്കപ്പെട്ട ഒരു ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഇപ്പം മറുപടിയായിട്ട് വന്നിരിക്കുകയാണ് ശൈത്യ. നമ്മുടെ ബിഗ് ബോസിൽ തന്നെയുള്ള ശാരീരികമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിലാണ് ശൈത്യ ഇപ്പോൾ അന്ന് നടന്നതിൽ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. ആക്ച്വലി താനും തൻ്റെ കുടുംബവും എല്ലാം ഭയങ്കര പഞ്ചപാവങ്ങളാണ്. അതുകൊണ്ടാണ് അമൃതയിൽ വെച്ച് റിയാലിറ്റി ഷോ നടന്നപ്പോൾ തങ്ങൾ ചതിക്കപ്പെട്ടതെന്നും അതിനുശേഷം തനിക്ക് ഒരു റിയാലിറ്റി ഷോയിലും അവസരം കിട്ടൂല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ എന്താ പറയുക, ഒരു വാശി തീർക്കാൻ വേണ്ടി താൻ ബിഗ് ബോസിൽ വന്നതെന്നാണ് ശൈത്യ പറയുന്നത്. പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ ചാനലുകാർ പറ്റിച്ചു എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തിന് ശേഷം ലൈൻ കട്ട് എന്ന് പറയുന്ന പരിപാടികളിലൊക്കെ ശൈത്യ നല്ല കുട്ടിയാണെന്നും പാവമാണെന്നൊക്കെയാണ് എല്ലാവരും ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നതെന്നാണ് ശൈത്യ പറയുന്നത്. അപ്പോൾ അന്ന് ഫിനാലെ നടക്കുന്ന സമയത്ത് സഹപ്രവർത്തകർ, അതായത് ശൈത്യ പണ്ട് ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് തൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഈ പറയുന്ന എന്താ പറയുക കുട്ടിയകിലും നോബി അങ്ങനെ ഉള്ളവരായിരുന്നല്ലോ അന്ന് സ്കിറ്റ് അവതരിപ്പിച്ചത്. അപ്പം തൻ്റെ സഹപ്രവർത്തകരായിരുന്നവർ തന്നെ കളിയാക്കിക്കൊണ്ടുള്ള സ്കിറ്റ് അവതരിപ്പിച്ചത് കണ്ടപ്പോൾ എന്താ പറയുക ഷോക്കായി പോയി എന്നാണ് ശൈത്യ പറഞ്ഞത്. അതായത് തന്നെ കട്ടപ്പ എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്ന കണ്ടപ്പം ശരിക്കും ഷോക്കായിപ്പോയി. അപ്പോൾ ആ ഒരു ഷോക്കിൽ താൻ ഇരുന്ന് പോയതാണ്. അതാണ് പിന്നീട് അനുമോള് കപ്പെടുക്കുന്ന സമയത്ത് അത് കണ്ട് താൻ നിരാശപ്പെട്ടു എന്നുള്ള രീതിയിൽ ചാനൽ കാണിച്ചതെന്നാണ് ശൈത്യ പറയുന്നത്. അല്ലാതെ ആര് കപ്പെടുത്താലും, അനുമോള് കപ്പെടുത്താലും അനീഷ കപ്പടിച്ചാലും തനിക്കൊരു കുഴപ്പമില്ല. കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് കപ്പ് കിട്ടണമല്ലോ. അല്ലാതെ വ്യക്തിപരമായി തനിക്ക് ആരോടും ഒരു കുഴപ്പമില്ലെന്നാണ് ശൈത്യ പറയുന്നത്. പക്ഷേ ശൈത്യ പറഞ്ഞൊന്നും ആരും വിശ്വസിച്ച മട്ടില്ല. കാരണം ആ ഇൻ്റർവ്യൂവിൻ്റെ കമൻറ്റ് ബോക്സ് അതാണ് പറയുന്നത്. അതുമാത്രമല്ല, ഒരു ബിഗ് ബോസ് കണ്ട ഏതൊരു വ്യക്തിയും ഇതൊന്നും വിശ്വസിക്കുമെന്നും തോന്നുന്നില്ല. കാരണം നമ്മൾ എന്താ പറയുക, എത്ര എഡിറ്റിംഗ് എന്ന് പറഞ്ഞാലും കുറേയൊക്കെ എന്താ പറയുക നമുക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഇതൊന്നും ആരും പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അന്ന് കണ്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ശൈത്യക്ക് ഏറ്റവും തിരിച്ചടി ആയതെന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഈ ബിഗ് ബോസിലുള്ള ഇത് മാത്രമല്ല ശൈത്യക്ക് തിരിച്ചടി ആയത്. അമൃതയിൽ അന്ന് കൊടുത്ത അവാർഡ് നിരസിച്ചതും കൂടിയാണ് എന്താ പറയുക, ടോട്ടലി ഈ രണ്ട് സംഭവങ്ങളും കൂടിയാണ് ശൈത്യക്ക് നെഗറ്റീവായി വന്നത്. അല്ലാതെ ഈ ഒരു ബിഗ് ബോസ് മാത്രം വെച്ചിട്ടല്ല ഇവരൊരാളെ വിലയിരുത്തിയത്. അപ്പം രണ്ടും കൂടെ വെച്ചിട്ടാണ് ശൈത്യക്ക് അന്ന് നെഗറ്റീവായത്. പിന്നെ സഹപ്രവർത്തകരുടെ സ്കിറ്റ്, അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ വർഷവും അതാത് ബിഗ് ബോസിലെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്കിറ്റുകളായിരിക്കും ആ ഫിനാലെ സമയത്ത് ഉണ്ടാവുക. അപ്പോൾ ഇത്തവണത്തെ ഫിനാലയിലും അത് തന്നെയാണ് അവർ ചെയ്തത്. ഇപ്പം ശൈത്യയെ കട്ടപ്പ എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെങ്ങനെയാണോ കാണുന്നത്, പ്രേക്ഷകരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് അവർ ആ സ്കിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പുറത്തൊരു വ്യക്തി എങ്ങനെയാണ് ഓരോരുത്തരെയും മനസ്സിലാക്കിയിരിക്കുന്നത്, ആ ഒരു ഗെയിമിൽ എങ്ങനെയാണ് ഇവരെ കണ്ടിരിക്കുന്നത്, അതിൻ്റെ ഒരു ബേസിലാണ് ഇവർ സ്കിറ്റ് ചെയ്തിരിക്കുന്നത്. താൻ പിന്നെ ഒരാളെ പിന്നിൽ നിന്ന് കുത്തിയില്ലാന്ന് ശൈത്യ പറയുന്നതിലല്ലല്ലോ വിശ്വസിക്കുന്നത്. ജനങ്ങൾ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്, ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അപ്പം അതിനകത്തുനിന്നാണ് അവർ ആ സ്കിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്.